ബുദ്ധിശാലിയാണ് മുയൽ. ഒരു വലിയ കാട്ടിൽ നിറയെ മൃഗങ്ങളുണ്ടായിരുന്നു. ആന, ഒട്ടകം, ആമ, കുരങ്ങ്, പുലി, നരി, പിന്നെ കാട്ടുരാജാവായ സിംഹം കൂടെ ആ കാട്ടിലാണ് വാഴുന്നത്. രാജാവിനാണെങ്കിൽ ഒരുപാട് വയസ്സായി. ആഹാരത്തിനായി വേട്ടയാടാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഒരു നാൾ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും വിളിപ്പിച്ചു. അവരോടായി പറഞ്ഞു, നോക്കൂ, എനിക്ക് ഒരുപാട് വയസ്സായി. എനിക്കിപ്പോൾ വേട്ടയാടാനൊന്നും കഴിയില്ല. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നു, ദിവസവും ഓരോരുത്തരായി ഇവിടെ വരണം. അവരായിരിക്കും എൻ്റെ ആഹാരം. എനിക്ക് ദേഷ്യമുണ്ടാകാനിടയാകരുത്. എന്നാൽ എൻ്റെ ശരീരത്തിന് ഇപ്പോൾ ശക്തിയുണ്ട്. നിങ്ങളോട് പോരാടാൻ സാധിക്കും. ഇത്രയും പറഞ്ഞ സിംഹം ഉറക്കെ അലറി. ആ ശബ്ദം കേട്ടയുടൻ എല്ലാ മൃഗങ്ങളും തലയാട്ടി. അപ്പോൾ ശരി. അടുത്ത ദിവസം എല്ലാ മൃഗങ്ങൾക്കും ഓർമ്മ വന്നു. അവരവരുടെ ദിവസമനുസരിച്ച് ഓരോരുത്തരായി സിംഹത്തിന്റെ ഗുഹയ്ക്കുള്ളിൽ പോകണം. താറാവ്, ആമ, മാൻ, കാട്ടുമാട് എല്ലാത്തിനെയും കൊന്നു തിന്ന് സന്തോഷമായി നല്ല ആരോഗ്യത്തോടെ ഇരുന്ന സിംഹം. അടുത്ത ദിവസം മുയലാണ് പോകേണ്ടത്. അന്ന് മുയൽ കൊച്ചുമുയലിനോട് പറഞ്ഞു, കണ്ണാ, ഇന്ന് ഞാനാണ് പോകേണ്ടത്. വളരെ ജാഗ്രതയോടെ ഇരുന്നോ, ശാന്തമായിരുന്നോ. കുട്ടിമുയൽ ബുദ്ധിമാനായിരുന്നു. അവൻ പറഞ്ഞു, അമ്മ, നീ ഭയപ്പെടണ്ട. ഭക്ഷണത്തിന് ഞാൻ പോകാം ഇന്ന്. എന്തോ പറയാൻ തുടങ്ങിയ മുയൽ, നോക്കമ്മ, ഞാനൊരു കൊച്ചുമുയൽ. ആ സിംഹത്തെ എങ്ങനെ തോൽപ്പിക്കുമെന്ന് കണ്ടോ. ഞാൻ തന്നെ ജയിക്കും. അമ്മ മുയൽ ഇങ്ങനെ പറഞ്ഞു, ശരി കണ്ണാ, വളരെ ജാഗ്രതയോടെ വേണം. അവൻ കാടിന്റെ മഹാരാജാവാണ്. ശരിയെന്ന് പറഞ്ഞ് കുട്ടിമുയൽ പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ഹൂ 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 കുരങ്ങിനോട് പറഞ്ഞു, കുരങ്ങേ കുരങ്ങേ, നീ എന്തിനാ ഒളിച്ചിരിക്കുന്നത്? സിംഹത്തെ എന്തിനാ പേടിക്കുന്നത്? കുരങ്ങ് പറഞ്ഞതിങ്ങനെ, എന്ത് ചെയ്യാനാ നീ പറയുന്നത്? കുട്ടിമുയൽ ഇങ്ങനെ പറഞ്ഞു, കേൾക്കൂ, ഞാനൊരു കുട്ടിമുയൽ. എല്ലാം ഒരു നാടകമാ. നീ കണ്ടോണ്ടിരുന്നു ആ സിംഹത്തിന്റെ അടവ് ഞാൻ എങ്ങനെ മാറ്റുമെന്ന്. കുരങ്ങ് പറഞ്ഞു, അങ്ങനെയാണോ? നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ നിന്നെ സഹായിക്കണോ? കുട്ടിമുയൽ പറഞ്ഞു, വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ട. ഉച്ചയ്ക്ക് നീ നേരത്തെ വന്നോ, എന്നിട്ട് കാണൂ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. മുയൽ പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ വലിയൊരാനയെ കണ്ടു. ഓ ആനേ, ആനേ, നീ എന്തൊരു വലിപ്പമാ. നീ സിംഹത്തെ കണ്ട് എന്തിനു ഭയപ്പെടണം? ആന പറഞ്ഞു, നീ പറഞ്ഞത് കാര്യം തന്നെ. പക്ഷേ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? നോക്ക്, ഞാനൊരു കൊച്ചുമുയൽ. ഇതെല്ലാം ഒരു നാടകം. ഞാൻ ആ സിംഹത്തോട് എങ്ങനെ ബുദ്ധി കാണിക്കുന്നതെന്ന്. ഓഹോ, അങ്ങനെയാണോ? നിന്റെ കയ്യിൽ എന്തോ ഒരു ഐഡിയ ഉള്ള പോലെ. ഞാനും നിന്നെ സഹായിക്കാം. വേണ്ട വേണ്ട, നിന്റെ സഹായം എനിക്ക് വേണ്ട. ഉച്ചയ്ക്ക് എന്റെ അടുക്കൽ വാ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയോ. അതും പറഞ്ഞ് പോയി. പിന്നെ മുയൽ ഒരു പുലിയെ കണ്ടു. ഓ, എന്റെ പ്രിയപ്പെട്ട പുലിയെ, നീ വളരെ വലിയ ആളാണ്. സിംഹത്തെ കണ്ട ഉടനെ എന്തിനാ പേടിക്കുന്നത്? അതിന് പുലി പറഞ്ഞത്, അതെ, കാര്യമാണ്. മുയൽ പറഞ്ഞു, എന്നെ നോക്ക്, ഞാൻ കൊച്ചുമുയൽ. ഇതെല്ലാം ഒരു നാടകമാ. മുയൽ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അതിന് പുലി പറഞ്ഞു, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാനും നിന്നെ അതിന് സഹായിക്കണോ? വേണ്ട വേണ്ട, നിന്റെ സഹായമൊന്നും വേണ്ട. ഉച്ചയ്ക്ക് നീ വാ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കോ. പിന്നെ മുയൽ ഒരു നരിയെ കണ്ടു. നരി, നരി, നീ ഭയങ്കര ക്രൂരനാണല്ലോ. സിംഹത്തെ കണ്ടാൽ നിന്റെ ക്രൂരതയെല്ലാം പോകും. എന്നാ എന്നെ നോക്ക്, ഞാനൊരു കൊച്ചുമുയൽ. ഇതെല്ലാം ഒരു നാടകം. കണ്ടോണ്ടിരുന്നു എന്താ ഉണ്ടാകാൻ പോകുന്നതെന്ന്. ഓ സബാഷ്, നീ വലിയ മിടുക്കനാണോ?
നിനക്കെന്റെ സഹായം വേണമോ? വേണ്ട വേണ്ട, നിന്റെ സഹായമൊന്നും എനിക്ക് വേണ്ട. ഉച്ചയ്ക്ക് നീ വാ, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കോ. അവസാനം മുയൽ സിംഹമിരിക്കുന്ന ഗുഹയിൽ പോയി ഇങ്ങനെ പറഞ്ഞു: ഓ മഹാരാജ, ഇന്നേക്ക് എന്റെ അമ്മയ്ക്ക് പകരമായി ഞാനാണ് വന്നത്. കുറച്ച് താമസിച്ചു പോയി. എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ കാട്ടിൽ വേറൊരു രാജാവ് വന്നിരിക്കുന്നു. അവൻ എന്നെ വഴി തടഞ്ഞു. ദിവസവും ഓരോ മൃഗത്തെ കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞു. ഇത് കേട്ട സിംഹം, അങ്ങനെയാണോ? ഞാൻ നിങ്ങളുടെ രാജാവ്. ആരോ വന്നു രാജാവെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഞാൻ അവനെ ഒന്ന് കാണട്ടെ. അവനെ ഇന്ന് തന്നെ തീർക്കും. സിംഹം കൊച്ചുമുയലുമായി നടക്കാൻ തുടങ്ങി. മറ്റു മൃഗങ്ങളെല്ലാം മരത്തിനു പുറകിൽ ഒളിച്ചിരുന്നു. ഇത് കണ്ട് മുയൽ പറഞ്ഞു: രാജാവേ, കണ്ടോ? നിങ്ങളെ കണ്ട് ഒളിച്ചിരുന്നു. നോക്ക്, താഴോട്ട് നോക്ക്, നോക്ക് നോക്ക്. സിംഹം താഴോട്ട് നോക്കി. എന്നിട്ട് പറഞ്ഞു: അവൻ എന്നെ പോലെ ഉണ്ടല്ലോ. സിംഹം ഉറക്കെ ശബ്ദത്തിൽ അലറി. കിണറ്റിലിരുന്ന സിംഹവും അലറി. ഇത് കേട്ട സിംഹം വളരെ ദേഷ്യത്തിൽ അലറി. അത് കിണറ്റിലേക്ക് ചാടി. അതിനുള്ളിൽ ആരുമുണ്ടായിരുന്നില്ല. സിംഹത്തിന്റെ മൂക്കിലും വായിലും വെള്ളം കയറി. സിംഹം മുയലിനെ നോക്കി കരഞ്ഞു: രക്ഷിക്കൂ, രക്ഷിക്കൂ, രക്ഷിക്കൂ. മുയൽ പറഞ്ഞു: ഞാൻ നിന്നെ എന്തിനെ രക്ഷിക്കണം? നീ ഞങ്ങളെ തിന്നുവല്ലേ, അതുകൊണ്ട് നീ ചാകട്ടെ. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും ഓടി വന്നു. മുയൽ എല്ലാ മൃഗങ്ങളോടുമായി പറഞ്ഞു: ഞാനൊരു കൊച്ചു മുയൽ, ഇതെല്ലാം ഒരു നാടകം. കണ്ടല്ലോ ഞാൻ സിംഹത്തിന്റെ അഹങ്കാരം എങ്ങനെ തീർത്തെന്ന്.